ഹലോ, നമ്മുടെ വീടിനടുത്തുള്ള ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ചകളിൽ. അപ്പോൾ ഉത്സവത്തിന് പ്രധാനമായിട്ട് കാണുന്ന ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു ആചാരാനുഷ്ഠാനമാണ് ദണ്ട് ചുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം എൻ്റെ വീടിൻ്റെ അടുത്ത് എവിടെയില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഞാനത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ദണ്ട് ചുടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് നമ്മുടെ കവുങ്ങിൻ്റെ പാളയിൽ ഇതുപോലെ നന്നായി പരത്തിയെടുക്കും. എന്നിട്ട് അതിലേക്ക് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് മടക്കി കൊടുത്ത് അത് അവർ തുന്നി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ അത് കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്താണ്, ടേസ്റ്റ് എന്താണെന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. പക്ഷേ അവിടെ അമ്മയുടെ ഫ്രണ്ടിനെ മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി ആരെയും എനിക്ക് പരിചയം ഉണ്ടാകുന്നില്ല. അത് നമ്മുടെ ഫ്രണ്ടാണ് അനിതേച്ചി. അപ്പോൾ ആൾ ഇതൊക്കെ ഇങ്ങനെ ഇതേ കണ്ടോ തുന്നിയിട്ട് 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മളെ തെങ്ങിൻ്റെ പച്ചമടലുണ്ടല്ലോ, അതൊരു ഇഷ്ടികയുടെ മേലെ 3-4 എണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഈ സംഭവം അതിൻ്റെ മേലെ വെക്കുകയാണ്. എന്നിട്ട് ഇതേ ഓലക്കുടിയിലുള്ള ചൂട്ട് കത്തിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തല്ലി കൊടുക്കുക. അടിയിൽ നിന്നും ചെറിയ ചൂട്, മേലെ നിന്നും ചെറിയ ചൂട്, അങ്ങനെ തല്ലി കൊടുക്കുക. അങ്ങനെ ഇത് കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ഇത് കുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ അല്ലേ. അപ്പോൾ സംഭവം എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി നേരം അവിടെ നിന്നു കേട്ടോ. എല്ലാവരും ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരു എന്താ പറയുക, നമ്മളൊരു വഴിപാടായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ നിറച്ച് പുകയൊക്കെ ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ ചെയ്യണതൊക്കെ. നമ്മുടെ അപ്പോൾ അവിടെ ബാക്കിൽ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്ന അമ്പാടിയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് 2 ബലൂണൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ചു പോകണം. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.